ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ നോക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന ചില മോഷണങ്ങൾ. പാകിസ്ഥാനിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് നമ്മളൊരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 16 സയന്റിസ്റ്റുകളെ പാകിസ്ഥാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് TTP തെഹ്രീക്ക് താലിബാനാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് പാകിസ്ഥാൻ പറഞ്ഞത്. ശരിക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ 16 സയന്റിസ്റ്റുകൾ ഉണ്ടോ? ഈ 16 സയന്റിസ്റ്റുകളെ കുറിച്ച് ഏതെങ്കിലും വിവരങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടുണ്ടോ? പാകിസ്ഥാന്റെ ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ ഈ 16 സയന്റിസ്റ്റുകളുടെ പേരും ഇവരുടെ ഡീറ്റെയിൽസും ഏതെങ്കിലും രീതിയിൽ പുറത്തു വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാൻ ഇതിനെക്കുറിച്ച് തന്നെ ഒരു ന്യൂസ് വിട്ടിട്ടുണ്ടായിരുന്നത് 8 പേരെ ഞങ്ങൾ റിക്കവർ ചെയ്തു, ഇനി ബാക്കിയുള്ള 8 പേരെയും കൂടി നമുക്ക് രക്ഷിക്കാനുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തു വന്നത്. പിന്നെ ഇവര് 2 കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടുള്ളത്, ഒരെണ്ണം ഒരു ഫോട്ടോ, ഒരു നിസാന്റെ ഒരു വണ്ടി കിടന്ന് കത്തുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ, തീ പിടിക്കുന്ന ഒരു ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ, അത് TTPയുടെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ. ആ രീതിയിലുള്ള 2 ഫൂട്ടേജസ് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വേറെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ അവരുടെ ഇന്റലിജൻസ് ആണ് ISI എന്ന് പറയുന്നത്. ഇവര് തന്നെ നടത്തുന്ന കുറെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത് അങ്ങനെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ വളരെ സുലഭമാണ്. അപ്പൊ ഇത് വെച്ച് ഇവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവര് ഫൈനലി ഇതിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇതൊരു കെട്ടിച്ചമച്ച ഒരു തട്ടിപ്പിന്റെ കഥയായിട്ടാണ് ഇത് വെളിയിൽ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, യുറേനിയം മൈനിങ്, അതായത് ഈ ഒരു ഖൈബർ പഖ്തൂൺവ ഭാഗത്ത് ഇരിക്കുന്ന ഒരു യുറേനിയം മൈനിങ്ങിന്റെ അവിടെയാണ് ഈ ഒരു അപകടം നടന്നതായിട്ട്, ഈ ഒരു തട്ടിക്കൊണ്ടുപോക്ക് നടന്നതായിട്ട് പറയപ്പെടുന്നത്. ഇതിനകത്ത് ഈ പാകിസ്ഥാനിൽ ആദ്യം ഇവർ പറഞ്ഞ് 16 സയന്റിസ്റ്റ് എന്ന്, പിന്നീട് ഇവർ കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞത് ഇവരെല്ലാം എഞ്ചിനീയേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ പറയുന്നത് പറഞ്ഞാല് അവർ പറയുന്നത് ഇവരെല്ലാം അവിടുത്തെ തൊഴിലാളികളാണെന്നാണ് പറയുന്നത്. ആ വീഡിയോയിൽ തന്നെ കണ്ടറിയാം, അതിനകത്ത് ഇരിക്കുന്നതാണ് ഈ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇവരൊക്കെ കണ്ട സയന്റിസ്റ്റ് ആണെന്ന് പറയുമോ? ആ രീതിയിലാണ് അവരുള്ളത്. പിന്നെ ഇവരുടെ നാട്ടിലെ സയന്റിസ്റ്റുകളെല്ലാം ഈ രീതിയിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്ത രീതിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇവരുടെ അതും ന്യൂക്ലിയർ സയന്റിസ്റ്റ്. അപ്പൊ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ചോദ്യം ഉയർത്തുന്ന ചില സംശയങ്ങൾ മാത്രമാണ്. അപ്പൊ ഇതിന് ഇപ്പൊ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാല്, പാകിസ്ഥാൻ ഈ ഒരു താലിബാനെ എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ ഒരു ഡ്രാമ, ഈ ഒരു നാടകം സ്വന്തമായിട്ട് നടത്തിയതാണെന്നാണ് പറയുന്നത്. ISI ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നിട്ട് പാകിസ്ഥാൻ ആർമി തന്നെ സ്വന്തമായിട്ട് നടപ്പിലാക്കിയ ഒരു നാടകമാണെന്നാണ് ഇത് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് പൊളിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് ആദ്യമേ തന്നെ വ്യക്തതയില്ല. രണ്ടാമത് ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള, ഇതിനെ ഫർണിഷ് ചെയ്യാനുള്ള ടൂൾസ് ആയിട്ടുള്ള, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു രീതിയിലുള്ള ഫുട്ടേജസോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? പാകിസ്ഥാൻ ചെയ്തത് 2 വിഷയങ്ങളാണ്. ഒന്ന്, താലിബാനെ ട്രാപ്പിലാക്കുക. 2, ഇറാനെ സഹായിക്കുക. ഇതാണ് ഇതിനകത്തുള്ള ഉദ്ദേശം. അപ്പൊ ഇതിന് എങ്ങനെയാണ് താലിബാനെ ട്രാപ്പിലാക്കുക? താലിബാനെ ട്രാപ്പിലാക്കുന്നത് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ കൺട്രി ആണെന്നുള്ളത് പൊതുവിൽ ധരിപ്പിക്കുക. അങ്ങനെ ധരിപ്പിച്ചിട്ട് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള യുറേനിയം അഥവാ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനൊക്കെ ഒരു ഭീഷണിയുണ്ട്. ആ ഭീഷണി താലിബാനാണെന്നും അതിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയാണെന്നും വരുത്തി തീർക്കണം ഒരു സൈഡിൽ. 2, ഇറാന് യുറേനിയം കൊടുക്കണം. ഇറാൻ യുറേനിയം കൊടുക്കണം. എങ്ങനെ കൊടുക്കും? അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് യുറേനിയം മോഷണം പോയി എന്നുള്ള നിലയിൽ ഈ ഒരു ലോകത്തിനെ വിശ്വസിപ്പിക്കണം. ആ ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് ഇറക്കിയ ഒരു കഥയാണ്, ഒരു നാടകമാണ് ഈ ഒരു സയന്റിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോകല്. എല്ലാവർക്കും അറിയാം, ഇറാന്റെ മേളിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സാങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആരും ഫ്യൂവൽ സപ്ലൈ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് യുറേനിയം പോലത്തെ ഫ്യൂവൽസ് ഒക്കെ ഒരിക്കലും സപ്ലൈ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നാടകം. അപ്പൊ ഇറാൻ കൊടുക്കുന്ന പൈസ, അതാണ് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി പൈസ കൊടുത്താൽ ഏത് തരത്തിലുള്ള മാന്യതയില്ലാത്ത ജോലിയും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് പാകിസ്ഥാൻ ആർമിയിലുള്ളത്. പൈസ മാത്രം മതി. ഇറാൻ കൊടുക്കുന്ന കുറച്ച് നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് യുറേനിയം കൊടുക്കാന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ആ യുറേനിയം ഓപ്പൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പല രീതിയിലുള്ള ഭീഷണികളും സാങ്ഷൻസ് ഒക്കെ വന്നു ചേരും. അതിനെ പേടിച്ചുകൊണ്ട് കുറച്ച് യുറേനിയം മോഷണം പോയി TTPയിൽപ്പെട്ട ആൾക്കാർ, താലിബാനിൽപ്പെട്ട ആൾക്കാരാണ് ഇത് മോട്ടിച്ചുകൊണ്ട് പോയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 16 പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഉഡായിപ്പ് കഥയുമായിട്ട് പാകിസ്ഥാൻ പുറത്തു വന്നത്. ഇനി ഇത് ഇന്ത്യയുടെ മേളത് താലിബാനെ സപ്പോർട്ട് ചെയ്ത ഇന്ത്യയാണ് ഇതിന്റെ പിറകിൽ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആർഗ്യുമെന്റും കൂടെ അതിനകത്ത് അവർ ഉയർത്തുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാനെതിരെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്നാഥ് സിംഗ്, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ആർമി ചീഫ് ഉൾപ്പെടെയുള്ളവര് പാകിസ്ഥാനെ കുറിച്ച് ഏതാണ്ട് 80% തീവ്രവാദികൾ കാശ്മീരിൽ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനികളാണെന്നുള്ള ഒരു റിപ്പോർട്ട് ഡേറ്റാ ബാങ്ക് സഹിതം വിത്ത് പ്രൂഫോട് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് UN സബ്മിറ്റ് ചെയ്യാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ തന്നെ ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരുന്നത്.
അതായത് ഇന്ത്യ പറയുന്നതൊക്കെ പൊളിറ്റിക്കൽ താല്പര്യം കൊണ്ട് അവർ പറയുന്നതാണ്. പൊളിറ്റിക്കൽ താല്പര്യം കൊണ്ട് പറയാൻ ഇവിടെ ഇപ്പൊ ഇലക്ഷൻ ഒന്നും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പം പുതിയ ഗവൺമെന്റ് വന്നതേ ഉള്ളൂ. ഇപ്പൊ എന്താണ് പൊളിറ്റിക്കൽ താല്പര്യം? അപ്പൊ ആ രീതിയിലുള്ള ഒരു ചേർച്ചയില്ലാത്ത പല ആർഗ്യുമെന്റ്സും വാദങ്ങളാണ് പാകിസ്ഥാൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇന്ത്യ ചെയ്യേണ്ടത്, ഇന്ത്യ IAEA എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഉണ്ട്, അവരുടെ അടുത്ത് പരാതിപ്പെട്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. കാരണം ഈ പാകിസ്ഥാൻ പറയുന്ന ഈ യുറേനിയം കളവ് പോയി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട്, ഈ യുറേനിയം എവിടെ പോയി എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കൃത്യമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഈ IAEA എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന ഇറാനിൽ ഇൻസ്പെക്ഷൻ നടത്തിയതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്താനുള്ള മാർഗം ഇന്ത്യ ഒരുക്കണം. ഇന്ത്യ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം താലിബാൻ ത്രൂ അവരുടെ ഒരു ആരോ ഇന്ത്യക്കെതിരെയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് അതിന്റെ റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യ ഈ വിഷയം യുണൈറ്റഡ് നേഷൻസിൽ ഉയർത്തണം, IAEA കൊണ്ട് അന്വേഷിപ്പിക്കണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഇത് കൃത്യമായിട്ട് പാകിസ്ഥാനെ പൂട്ടാനുള്ള ട്രാപ്പാണ്. കാരണം പാകിസ്ഥാനെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ എടുത്ത് പൂട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് കള്ളത്തരമാണ്, അവർ യുറേനിയം വെച്ചിട്ട് ഇങ്ങനെ ഒരു ബ്ലഫിംഗ് ഗെയിം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുള്ള യുറേനിയം ന്യൂട്രലൈസ് ചെയ്യണം, അവരെ ഒരു ആണവ ശക്തിയായിട്ട് തുടരാൻ അനുവദിക്കരുത്. അതിന് കിട്ടിയ നല്ലൊരു മാർഗമാണ് ഇപ്പൊ വീണ് കിട്ടിയ ഒരു അവസരം. ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ത്യ കൃത്യമായ നടപടി എടുക്കണം. ഇതിൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആൾക്കാർ ഇന്ത്യക്കകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ കാര്യങ്ങളെ മുന്നോട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടൊരു വിജയം കിട്ടും. കാരണം IAEA ഇറാനിൽ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോഴത്തേക്കും പാകിസ്ഥാനിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ടെക്നോളജി മെത്തേഡാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാന്റെ സഹായം ഇറാനുണ്ട് ഈ ഒരു വിഷയത്തിൽ, ടെക്നോളജി വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു IAEA സ്റ്റേറ്റ്മെന്റ് പ്രകാരം. ഇതേപോലെ തന്നെ ഈ പാകിസ്ഥാൻ ഒരുപാട് രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട്, നോർത്ത് കൊറിയയെ ഇവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. പാകിസ്ഥാനെ പൂട്ടാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ്. അപ്പൊ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ത്യ ഇതിൽ കൃത്യമായിട്ട് നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും ഇന്റർനാഷണൽ ഏജൻസികളെ വെച്ച് തന്നെ അന്വേഷിച്ച് ഇവരെ കൃത്യമായി പൂട്ടാൻ പറ്റും. കാരണം ഇവരുടെ കള്ളത്തരം പൊളിച്ചു കൊടുക്കാൻ ഇത് നല്ലൊരു മാർഗമാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.